ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നാളെ നമ്മൾ ബ്രെൻഫോർഡിനെ നേരിടാൻ പോവുകയാണ്. അറിയാലോ, നമ്മൾ കഴിഞ്ഞ ആൾ ചെൽസിയായിട്ട് ഡ്രോ ആയി. അതുകൊണ്ട് പോയിന്റിൽ ചെറിയ മാർജിനൽ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓൺലി 5 points ഡിഫറൻസ് മാൻ സിറ്റിയും ആർസണലും തമ്മിൽ. സ്റ്റിൽ മാർജിൻ വളരെ ചെറുതാണ്. സ്റ്റിൽ ഓക്കെ, ഒരു അത്യാവശ്യം ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു മാർജിൻ തന്നെയാണ്. പറയാൻ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആർസണലുള്ളത്. സോ നാളത്തെ കളി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജയിക്കണമെന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ കളിയോ നമുക്ക് ജയിക്കാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ഈ കളി നമ്മൾ ജയിച്ചേ പറ്റും. ഈ ഒരു കളിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളി എമിറേറ്റ്സിലാണ് നടക്കുന്നത്. കാരണം ബ്രെൻഫോർഡ് അവരുടെ ഹോമിൽ ഭയങ്കര സ്ട്രോങ് ടീമാണ്. ചെൽസിനെ അവർ ഡ്രോയിൽ പിടിച്ചിട്ടുണ്ട്, മാൻ യുണൈറ്റഡുമായിട്ട് അവർ ജയിച്ചിട്ടുണ്ട്. മാൻ സിറ്റി ഒരു നേരിയ ഇതിലാണ് മാൻ സിറ്റിയായിട്ട് അവർ തോറ്റത് 1-0 എന്നുള്ളത്. ലിവർപൂളിൻ്റെ ഫേമസ് ഫേമസ് 3-2 വിക്ടറി അത് അവരുടെ ഹോമിൽ വെച്ചിട്ടാണ്. ന്യൂ കാസലിനെ അവർ തോപ്പിച്ചിട്ടുണ്ട്. സോ they're a decent side, വളരെ ഡീസൻറ്റ് സൈഡാണ് ബ്രെൻഫോർഡ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ ഈഗോർ തിയോഗോ എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കർ. 11 goals, only 3 goals behind ഹാളണ്ട്. സോ നമ്മുടെ ബാക്ക് ലൈൻ നീഡ്സ് ടു ബി സ്ട്രോങ്. ഈഗോറിനെ പൂട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. നാളത്തെ കളി സലിബ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ക്ലിയർ ഐഡിയ ഒന്നുമില്ല. ഐ ഹോപ്പ് ഹി പ്ലേസ്. പ്രസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ ഓൺലി മാറ്റർ ഓഫ് ഡേയ്സ് എന്നാണ് സലീബയുടെ കാര്യത്തിലും പറഞ്ഞത്, ട്രൊസാർഡിൻ്റെ കാര്യത്തിലും പറഞ്ഞത്. മാറ്റർ ഓഫ് ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നാളെയാവാം, മറ്റന്നാളാവാം, അറിയത്തില്ല. കാരണം സലീബയുടെ ആ ഒരു മിസ്സ് സലീബയുടെയും ട്രൊസാർഡിൻ്റെയും മിസ്സ് നമ്മൾ ക്ലിയർലി ചെൽസിയുടെ ഗെയിമിൽ നമ്മൾ കണ്ടതാണ്. സോ അവർ തിരിച്ചു വരികയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് ഇതാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ. സോ നമുക്ക് ലൈനപ്പിലേക്ക് തന്നെ പെട്ടെന്ന് കിടക്കാം. ഇത് അഗെയിൻ എനിക്ക് തോന്നുന്ന ഒരു ലൈനപ്പാണ്. എനിക്ക് തോന്നുന്നത് നാളത്തെ കളിയിൽ അർട്ടേറ്റ ഒരു സ്ട്രോങ് ടീമിനെ തന്നെ ഇറക്കും. ചിലപ്പോൾ ഡെക്ലാൻ റൈസിന് റെസ്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ടീമെന്ന് നോക്കാം. റായ, ടിംബർ, സലീബ കളിക്കുമെങ്കിൽ സലീബ, ടിംബർ, സലീബ, മൊസ്കേറ, കാലഫിയോറി, ഇങ്ങനെയായിരിക്കും. അത് സലീബ ഫിറ്റാണെങ്കിൽ. സെൻട്രലിലേക്ക് വരുമ്പോൾ ഡെക്ലൻ റൈസിന് ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കും. മെറീനോ, സുബമെൻഡി, കാരണം ഗ്യോക്കറൈസ് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഗ്യോക്കറൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. ഓഡഗാർഡ് ആ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരും. ഈ കളിയിൽ ഓഡഗാർഡിനും സാക്കയ്ക്കും പറ്റിയൊരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രെൻഫോർഡ് എന്ന് പറയുന്ന ആ ഒരു ടീം. സോ ഐ തിങ്ക് ബോത്ത് ഓഫ് ദീസ് പ്ലെയേഴ്സ് വിൽ ഫ്ലറിഷ് ഈ ഒരു ഗെയിമിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലെഫ്റ്റിൽ ട്രൊസാർഡ് ഫിറ്റ് ആണെങ്കിൽ ട്രൊസാർഡ്, ഇല്ലെങ്കിൽ നോനി. സെൻട്രലിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഗ്യോക്കറൈസ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രഡിക്ഷനിലേക്ക് വരുമ്പം എഗെയിൻ നമ്മൾ ക്ലീൻ ഷീറ്റ് വെക്കാൻ അത്ര ഇങ്ങോട്ട് ആയിട്ടില്ല. സോ ഐ തിങ്ക് നാളത്തെ കളി വിൽ നോട്ട് കീപ്പ് എ ക്ലീൻ ഷീറ്റ്. പക്ഷേ എന്നാലും നമ്മൾ ജയിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2-1 വിക്ടറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലെറ്റ്സ് സീ. 90% ഞാൻ ഈ ഗെയിം വാച്ച് അലോങ് പോകുന്നതായിരിക്കും. കാരണം ഇച്ചിരി ലേറ്റാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈം 1 മണിക്കാണ്. സോ ലെറ്റ്സ് സീ. 90% ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ശരി, ടേക്ക് കെയർ ഗൈസ്.